ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് വൺ പീസ്. ഇതിപ്പോൾ എപ്പിസോഡ് 9 ഇപ്പോൾ നമ്മൾ ഓറഞ്ച് ടൗൺ കഴിഞ്ഞു. ഇപ്പോൾ സിറപ്പ് വില്ലേജ് എന്ന് പറഞ്ഞൊരു ആർക്കിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആർക്കിൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ അടുത്തൊരു മെമ്പറെ റിക്രൂട്ട് ചെയ്യണതും പിന്നെ ആ ഒരു വില്ലേജിനെ രക്ഷിക്കണമൊക്കെ തന്നെയാണ് ഈ ആർക്കിലുള്ളത്. അപ്പോൾ തുടങ്ങുന്നത് തന്നെ ഒരു കള്ളൻ ഒരു വില്ലേജിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വില്ലേജാണ്. അപ്പോൾ അതിൻ്റെ പാതകളിലൂടെ ഓടി വരാണ്. പൈറേറ്റ്സ് നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ട്, എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തം ഓടുന്ന ഒരു സീനിലൂടെയാണ് നമ്മുടെ എപ്പിസോഡ് തുടക്കം. പിന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂഫി, സോറോ, നാമി ഇവർ മൂന്നും ഒരു ദ്വീപിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സെയിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൂഫി ആ ഷിപ്പിൻ്റെ ആ മുന്നിലെ ഹൈ പൊസിഷനിൽ കയറി ഇങ്ങനെ ഇരുന്ന് ആപ്പിൾ ചമച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ സോറോ അവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാമി പറയുന്നുണ്ട്, നമ്മൾ ഡയറക്റ്റായിട്ട് ഗ്രാൻഡ് ലൈനിലോട്ട് പോകുന്നത് എന്തുകൊണ്ടും ഒരു മന്ദൻ ഡിസിഷൻ, അതായത് ബാഡ് ഡിസിഷൻ ആയിരിക്കും എന്ന് നമ്മുടെ നാമി പറയും. അപ്പോൾ ലൂഫി പറയും അതും ശരിയാണ്, നമ്മുടെ ഫുഡൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ സോറോ പറയും അതെ ഇവിടെ മദ്യവും തീർന്നിട്ടുണ്ടെന്ന് പറയും. ഇവർ ആ മൈൻഡിലാണ്. പക്ഷെ നാമി ഉദ്ദേശിച്ചതല്ല, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇല്ലാണ്ട് ഗ്രാൻഡ് ലൈനിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പൈറേറ്റ്സ് എടുത്തിട്ട് അടിച്ച് വെളി കളയും. അതുകൊണ്ടാണ് നാമി അങ്ങനെ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇവർ ഈ ഫുഡ് നിറയ്ക്കണം, അതേപോലെ തന്നെ ട്രൂപ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വില്ലേജിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഷിപ്പ്. അപ്പോൾ തന്നെ ലൂഫി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു കുക്കിന് നമുക്ക് റിക്രൂട്ട് ചെയ്യണം, അതേപോലെ തന്നെ മ്യൂസീഷ്യനും വേണം. ഈ കാര്യമൊക്കെ കേട്ടുകൊണ്ട് സോറോ ആണെങ്കിൽ അവിടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. മ്യൂസീഷ്യനോ എന്ന് പറഞ്ഞ് സോറോയും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ലൂഫിയുടെ മൈൻഡിൽ ലൂഫിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാൾ വേണം, പിന്നെ പാട്ട് പാടി ലൂഫിനെ എൻ്റർടൈൻ ചെയ്യിക്കണമല്ലോ, ഇതിനും ആൾക്കാർ വേണം. അതേപോലെ തന്നെ ഈ ട്രോപ്പും കൂടാണ്ട് ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ഷിപ്പാണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഷിപ്പ്. ഇപ്പോൾ ഇവരെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബോട്ടും അതേപോലെ നാമി ആ കടൽ കൊള്ളക്കാരുടെ അടുത്ത് നിന്ന് അടിച്ച് മാറ്റി ഒരു ചെറിയ ബോട്ടുമാണുള്ളത്. ഇതുകൊണ്ട് ഗ്രാൻഡ് ലൈനിലോട്ട് കയറാൻ പോലും പറ്റൂല. അപ്പോൾ ഇവർക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഷിപ്പ് വേണം. അപ്പോൾ ഈ വില്ലേജ് പോയി കണ്ട് ഏതെങ്കിലും ഷിപ്പൊക്കെ അടിച്ച് മാറ്റാം എന്നാണ് നാമി ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് പ്ലാനാണ് ഇപ്പോൾ ലൂഫിയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ലൂഫിക്ക് മ്യൂസീഷ്യനെ വേണം, അതേപോലെ തന്നെ നമ്മുടെ കുക്കിന് വേണം. സോറോ ആണെങ്കിൽ സോറോയ്ക്ക് മദ്യം ഫില്ല് ചെയ്യണം. അതേപോലെ നാമിക്കാണെങ്കിൽ ഒരു ഷിപ്പെങ്കിലും അടിച്ചു മാറ്റണം, കുറച്ച് സ്ട്രോങ് ആയിട്ട് മറ്റേ ഗ്രാൻഡ് ലൈനിലോട്ട് പോകാൻ. ഈ ഒരു പ്ലാനിങ്ങിലാണ് ഇവർ നമ്മുടെ ഈ വില്ലേജിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ വീണ്ടും തിരിച്ച് ഈ സിറപ്പ് വില്ലേജത്തെ ഒരു സീനാണ്. അവിടെ നമ്മുടെ ഉസോപ്പ് എന്ന് പറഞ്ഞ ചെങ്ങ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പൈറേറ്റ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓടി ആൾ അവിടെ നിന്ന് ഞാൻ കള്ളം പറഞ്ഞാന്ന് ക്ഷീണിച്ച് അവിടെ നിന്ന് അപ്പോഴാണ് ഒരു പാത്രം വന്ന് ഉസോപ്പിൻ്റെ മണ്ടയ്ക്ക് അടിക്കും. സംഗതി വേറെ ഒന്നല്ല, ഈ നാട്ടുകാർ ഇവനെ കൊണ്ട് പൊറുതി മുട്ടിരിക്കുക. ഇത് ഇവൻ്റെ സ്ഥിരം പരിപാടി. ഇവൻ ഡെയിലി ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കും. പൈറേറ്റ്സ് അച്ചാക്കാൻ വീണ്ടും ഓടി രക്ഷപ്പെട്ടോളി എന്ന് പറഞ്ഞാണ്ട് ഇവൻ ഈ നാട്ടുകാരെ സ്വൈരം മുട്ടിക്കണ പരിപാടിയാണ് ഇവൻ്റെത്. ഇവനിത് സ്ഥിരമാണ്. അപ്പോൾ നാട്ടുകാർ ഇവനെ കാണുമ്പോൾ കല്യാണ്. അതുകൊണ്ട് ഇവനെ ചാൻസ് കിട്ടിയ നാട്ടുകാർ പെരുമാറാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നും ഇതേ സെയിം പ്രവൃത്തിയാണ് ഇവൻ ചെയ്യണം. അപ്പോൾ ഇവനെ എങ്ങനെയാലും കിട്ടിയാലെന്ന് വിചാരിച്ച് നാട്ടുകാരെ കൂടി വാടിയും പാത്രമൊക്കെ എടുത്ത് അടിക്കാൻ വരാണ്. ആ ഒരു സീനാണ് പിന്നെ നടക്കുന്നത്. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീൻ കണ്ടിട്ട് നമ്മുടെ ഉസോപ്പ് പുളകിതനാവാണ്. നമ്മളെല്ലാം കുറേ നാട്ടുകാർ കൂടി അടിക്കാൻ വരുമ്പോൾ നമ്മളെല്ലാം പേടിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവ അങ്ങനെ ആകെ ഹാപ്പിയാവും, ഒരൊറ്റ ഓട്ടം. സംഗതി വേറെ ഒന്നല്ല, ഉസോപ്പ് ഒടുക്കത്തെ സ്പീഡാണ് ആൾ ഓടി കഴിച്ചിലാവും. ഇവരിപ്പോൾ എത്ര കഷ്ടപ്പെട്ട് ട്രൈ ചെയ്താലും നമ്മുടെ ഉസോപ്പിനെ പിടിക്കാൻ കിട്ടില്ല. അതാണ് പ്രശ്നം. ആ ഒരു ധൈര്യത്തിലാണ് നമ്മുടെ ഉസോപ്പ് ഈ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് കൊണ്ടിരിക്കുന്നത്. ഇവന്മാർക്ക് ഓടി പിടിക്കാൻ അറിയില്ല എന്ന് ഉസോപ്പിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോഴാണ് പിന്നെ ഒരു ചെറിയ ഒരു കുട്ടി വിളിക്കുന്നത്, ക്യാപ്റ്റൻ ഉസോപ്പേ നിങ്ങൾ അവിടെ ഉണ്ടോ എന്നെല്ലാം ചോദിച്ചൊരു വിളിയേക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഇവൻ ഇവിടെ ക്യാപ്റ്റൻ ഉസോപ്പ് എന്ന പേരിലാണ് കുഞ്ഞുങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഇവൻ്റെ പൈറേറ്റ്സ് ആയിട്ടാണ് പറയുന്നത്. ഒനിയൻ, ഉള്ളി, തക്കാളി, ക്യാരറ്റ് ഇങ്ങനെയൊക്കെയാണ് ഓരോ പേരുകൾ. ആ കുഞ്ഞുങ്ങൾക്ക് ഇവൻട്ട് കൊടുത്ത പേരാവുന്നതാണ്. ഇങ്ങനെ ഓരോ പേരിലാണ് ഇവൻ്റെ പൈറേറ്റ്സ് അറിയപ്പെടുന്നത്. വ്യത്യസ്തമായ ഒരു നെയിമിംഗ് ഉള്ളൊരു പൈറേറ്റ് ക്രൂ ആണ് നമ്മുടെ ഉസോപ്പിൻ്റെ, ക്യാപ്റ്റൻ ഉസോപ്പ്. ഇപ്പോൾ ഇവൻ്റെ അടുത്ത് ആകെ 2 പിള്ളേരെ വന്നിട്ടുള്ളൂ. പെട്ടെന്ന് ദൂരെ നിന്നും ഒരു കുഞ്ഞ് അലറി വിളിച്ച് ഓടി വരുന്ന സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. അവൻ പേടിച്ച് പറിച്ച് പൈറേറ്റ്സ് എന്ന് വിളിച്ച് നമ്മുടെ ഉസോപ്പിൻ്റെ അടുത്ത് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നല്ല, അവിടെ ഒരു നോർത്ത് ഷോറിൽ ആ ഒരു പൈറേറ്റ്സിൻ്റെ പതാകയുള്ള ഒരു കപ്പൽ വന്ന് അടിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ ചെറുക്കൻ വന്ന് ഉസോപ്പിൻ്റെ അടുത്ത് പറയുന്നത്. ഉസോപ്പ് ചോദിക്കുന്നത് സത്യമാണോ എന്ന്. വേറെ ആരുമല്ല, ദാറ്റ്സ് മങ്കി ഡി ലൂഫി ആൻഡ് റോർനോവ സോറോ ആൻഡ് ഹിസ് നാവിഗേറ്റർ നാമി. അപ്പോൾ പൈറേറ്റ്സ് എന്ന കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഉസോപ്പ് പേടിച്ച് ഒരൊറ്റോട്ടോ എനിക്ക് എൻ്റെ സ്നാക്ക് തിന്നാൻ പോകണം എന്ന് പറഞ്ഞ് പേടിച്ച് ഓടി. അപ്പോൾ ഇത് കണ്ട് പിള്ളേർ പറയും നീ എന്ത് പേടിത്തോണ്ടോ, നീ എങ്ങോട്ടോ ഓടിപ്പോടുന്നൊക്കെ പിള്ളേർ ചോദിക്കും. അപ്പോൾ ഉസോപ്പ് തിരിച്ച് പറയും ഈ സ്നാക്സ് തിന്നില്ലെങ്കിൽ ഞാൻ ചത്തു പോകുന്നു. അപ്പോൾ പിള്ളേർക്ക് കാര്യം മനസ്സിലാവും, പേടിച്ച് ഓടാൻ. അപ്പോൾ പിള്ളേർ പറയും എടാ കള്ള എന്ന് ഉറക്കെ വിളിച്ച് പറയുന്ന ഒരു സീനാണത്.
പിന്നെ നമ്മൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഉസോപ്പിന് ഈ ചെറിയ കുഞ്ഞു പിള്ളേർ മോട്ടിവേഷൻ കൊടുക്കുകയാണ്. ഒരു പൈറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പൈറേറ്റ്സിനെ കണ്ട് പേടിച്ച് ഓടാൻ പറ്റൂല, അങ്ങനെ ഓടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ക്യാപ്റ്റൻ ആയിരിക്കണേൽ എന്തർത്ഥം എന്നെല്ലാം പറഞ്ഞ് പിള്ളേർ ഉസോപ്പിന് മോട്ടിവേഷൻ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ആ ചെറുക്കൻ പറയും ഇത് ആ ഒരു ഫ്ലാഗ് ബഗ്ഗിയുടെ ക്ലൗണിൻ്റെ ഫ്ലാഗാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ ചിന്തിക്കണത് അത് ബഗ്ഗിയാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നതെന്നാണ് ചിന്തിക്കണത്. പക്ഷേ നാമി അടിച്ചു മാറ്റിയ ഷിപ്പാണത്. പിന്നെയാണ് ചെറുക്കൻ ഇൻ്റൽ പറയുന്നത്, അതായത് ഈ ഷിപ്പ് ആകെ 2 ചെറിയ ഷിപ്പ് മാത്രമേ ഉള്ളൂ, അതിൽ 3 ആൾക്കാരുള്ളൂന്ന് ഇൻ്റൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഉസോപ്പിൻ്റെ ജീവൻ തിരിച്ചു വരുന്നത്. ഓക്കെ ഉസോപ്പ് പൈറേറ്റ്സ് ഗോ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ് ഉസോപ്പ് ആകെ മൂഡ് ഓണായി പിന്നെ അറ്റാക്കിന് പോവാണ്. ഈ ഒരു നേരത്ത് നമ്മുടെ ലൂഫിയുടെ ബോട്ട് അവിടെ ഐലാൻഡിൽ വന്ന് ഇറങ്ങുന്നു. ലൂഫി ഇറങ്ങി മീറ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ ആർത്തി കാണിക്കുന്നു. അതേപോലെ തന്നെ സോറോ അങ്ങനെ നെടുവീർപ്പൊക്കെ ഇട്ട് എണീച്ച് വരുന്നു. നാമി ചാർട്ട് നോക്കുന്നു. ഈ സിനാരിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സോറോ ഒരു ഡേഞ്ചർ സെൻസ് ചെയ്യുന്നു. സോറോയ്ക്ക് എന്തോ അദൃശ്യക ശക്തിയുണ്ട്. അപ്പോൾ സോറോ പെട്ടെന്ന് കുറച്ച് ആൾക്കാർ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് സെൻസ് ചെയ്താണ് ലൂഫിനോട് പറയും. അപ്പോൾ ലൂഫി നോക്കി എവിടെ അപ്പോൾ സോറോ പറയും ഒന്ന് ഒബ്സർവ് ചെയ്യടാ മരമാക്രി മോന്താന്ന്. പെട്ടെന്ന് ഒരു ലോഡ് ബുള്ളറ്റ് പോലെ എന്തൊക്കെയോ സാധനങ്ങൾ നമ്മുടെ ലൂഫീൻ്റെ ഒക്കെ കാലിൻ്റെ ചുവട്ടിലോട്ട് വന്ന് വീഴാണ്. അതേപോലെ തന്നെ ആ സമയത്ത് ഈ ജംഗിളിൽ കുറ്റിക്കാടിൽ നിന്ന് ഓരോ വശത്തു നിന്ന് 3, 6, 7, 8, 9, 10ഓളം ഫ്ലാഗുകൾ ഉയരാണ്. അതായത് ഒരുപാട് ആൾക്കാർ കാട്ടിലുള്ള ഒരു പ്രതീതിയാണ് ഇപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സീൻ കണ്ടിട്ടാണെങ്കിൽ ലൂഫി ആകെ ഇമ്പ്രസ്ഡ് ആയിപ്പോയി. ലൂഫി കൂൾ നല്ല മൂപ്പർ ആകെ സന്തോഷം പ്രകടിക്കുമ്പോൾ നമ്മുടെ നാമി പറയും ഇതിലെന്താണ് ഇത് ഇത്ര ഇമ്പ്രസ് ആവാനൊക്കെ നാമി ചോദിക്കുന്നുണ്ട്. ലൂഫിക്ക് എന്താണെന്നറിയില്ല, ലൂഫി ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അതിപ്പോൾ എനിമി ആയാലോ അതോ ഫ്രണ്ട്ലി ആയാലോ ലൂഫിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, എക്സൈറ്റഡ് ആവണം ലൂഫി. പിന്നീട് അവിടെ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷനാണ്. ആരുടെ എന്ന് വെച്ചാൽ ഗോഡ് ഡി ഉസോപ്പിൻ്റെ ഇൻട്രൊഡക്ഷൻ, വെറും ഉസോപ്പിൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഉസോപ്പ് പറയണത് ഞാനാണ് ക്യാപ്റ്റൻ ഉസോപ്പ്, ഞാനാണ് ഈ പാവം വില്ലേജ് സംരക്ഷിക്കുന്ന പൈറേറ്റ് എന്നെല്ലാം പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുക്കുന്നു. ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഉസോപ്പ് കുറച്ച് തള്ളൊക്കെ അടിച്ച് കയറ്റി 80 മില്യൺ സോൾജേഴ്സ് ഉണ്ട്, നിങ്ങൾ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളെ കയറി മാന്തും എന്നാലും ലൂഫിനെ പറഞ്ഞ് പേടിപ്പിക്കും. ഇത് കണ്ട് ലൂഫി ഇങ്ങനെ ഞെട്ടി നിൽക്കുക. അപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ ലൂഫി ആകെ ഇമ്പ്രസ്ഡ് ആയിട്ട് അലറി വിളിക്കുക സോ കൂൾ. ഈ ഒരു സീനാണ് ഒരു വളരെ എന്താ പറയുക കോമഡി ആയിട്ടുള്ള ഒരു സീനാണ് ആ സംഘം. ലൂഫി ആകെ ഇമ്പ്രസ്ഡ് ആയിപ്പോയി. ലൂഫിയുടെ കണ്ണും തള്ളി വായും തള്ളി നമ്മളെ ഉസോപ്പിന് നോക്കിയിരിക്കുക. അജാതി പ്രസംഗമാണ് ഉസോപ്പ് വെച്ച് കാച്ചിയത്. പക്ഷേ നാമി ഈ കള്ളങ്ങളിലൂടെ എല്ലാം പൊളിച്ചടുക്കി. നാമി ചോദിക്കും നീ കള്ളം പറയല്ലടാ മോനേന്ന്. ഉസോപ്പ് പറയും അവൾ കണ്ടുപിടിച്ചു ഞാൻ പെട്ടു എന്ന മൈൻഡിൽ ഉസോപ്പ് പോയി. പിന്നെയുള്ള സീനെന്ന് പറഞ്ഞാൽ നാമി ഈ കള്ളം പൊളിച്ചു 80 മില്യൺ ഇല്ലയെന്ന്. പക്ഷെ അത് കേട്ടുകൊണ്ട് ഞെട്ടണ ഉസോപ്പല്ല ലൂഫിയാണ്. ലൂഫി ആകെ എന്താ പറയുക ഡിപ്രഷനായിപ്പോയി. 80 മില്യൺ ആൾക്കാരെ അടിക്കാൻ പറ്റൂല എന്നുള്ള വിഷമത്തിലാണ് നമ്മുടെ ലൂഫി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഉസോപ്പ് പിന്നെ പറയും എനിക്ക് 80 മില്യൺ ഒന്നും ഇല്ലെങ്കിലും എന്നാൽ പോലും എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള സോൾജേഴ്സ് എൻ്റെ പക്ഷമുണ്ടെന്ന് വീണ്ടും ഉസോപ്പ് വീമ്പളക്കാണ്. പക്ഷേ വീണ്ടും നാമി കണ്ടുപിടിച്ചു ആകെ 3 ചെക്കന്മാരെ അവൻ്റെ കൂടെ ഉള്ളൂന്ന്. ഈസി. അതേപോലെ തന്നെ നാമി ഉസോപ്പ് നേരത്തെ യൂസ് ചെയ്ത സ്ലിംഗ് ഷോട്ടാണ് യൂസ് ചെയ്തതെന്നെല്ലാം പറയുന്നുണ്ട്. കാരണം നേരത്തെ ഒരു ഫയർ നടന്നല്ലോ, അപ്പോൾ അതിൽ യൂസ് ചെയ്ത ജസ്റ്റ് ബോൾട്ട്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നാമി ഫൈൻഡ് ഔട്ട് ചെയ്യുക ഒരു പൈറേറ്റ്സ് സ്ലിംഗ് ഷോട്ട് യൂസ് ചെയ്യണത് ഞാൻ ഇന്നവരെ കണ്ടില്ല എന്നെല്ലാം പറയും. ഈ നേരത്ത് നമ്മുടെ ചെറുക്കന്മാരൊക്കെ ഓടിപ്പോയി. ചെറുക്കന്മാർക്ക് മനസ്സിലായി ആരും കയ്യിൽ നിന്ന് പോയി എന്ന്. പിള്ളേരെല്ലാം ഓടി. ഇപ്പോൾ ഉസോപ്പ് വേഴ്സസ് ലൂഫി ആൻഡ് സ്ക്വാഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾ എന്നെ അപമാനിക്കൊന്നും വേണ്ട, ഞാൻ പ്രൗഡായിട്ടുള്ള മാനാണ്, ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ എന്നെ വിളിക്കുന്ന പ്രൗഡ് ഉസോപ്പ് എന്നാണെന്ന്. ക്യാപ്റ്റൻ ഉസോപ്പിന് ശേഷം ഉസോപ്പിൻ്റെ രണ്ടാമത്തെ നെയിം പ്രൗഡ് ഉസോപ്പ്. പിന്നെ ഇതിനു മുമ്പേ ഒരു പിസ്റ്റൾ ഡ്രോ ചെയ്തപ്പോൾ നമ്മുടെ ഷാങ്ക്സ് പറഞ്ഞ സെയിം ഡയലോഗാണ് നമ്മുടെ ലൂഫി അവിടെ ഉസോപ്പിൻ്റെ മുഖത്തൊക്കെ അടിക്കണേ. അതിൽ ഉസോപ്പ് ഫ്ലാറ്റ് ആവുമെന്ന് തോന്നുന്നു. പക്ഷേ ആ ഒരു ഡയലോഗിൽ തന്നെ നമ്മുടെ ഉസോപ്പ് പേടിച്ച് വിറച്ച് ഒരു ബുള്ളറ്റ് പോലും ഫയർ ചെയ്യാനുള്ള ഒരു ശേഷിയില്ലാത്തൊരു മനുഷ്യനായി മാറുകയാണ് അവിടെ. പിന്നെ ഒരു അഡ്മിറേഷൻ മൊമെൻ്റാണ്. റിയൽ പൈറേറ്റ്സിൻ്റെ വാക്കുകൾക്ക് പോലും ആയുധങ്ങളെക്കാൾ മൂർച്ചയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉസോപ്പ് കീഴടങ്ങി. ഇത് കേട്ടിട്ട് ആണെങ്കിൽ സോറോയും ലൂഫിയും പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ലൂഫി അവസാനം പറയും ഇത് ഞാൻ എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയ ഒരു ഡയലോഗാണ്, ഷാങ്ക്സിൻ്റെ ആണ് ഈ ഡയലോഗ് എന്ന് പറയും. അപ്പോഴാണ് നമ്മുടെ എന്താ പറയുക ഉസോപ്പ് പെട്ടെന്ന് ഞെട്ടിയാണ് ഷാങ്ക്സിൻ്റെ ആണോ ഈ ഡയലോഗ്, നിങ്ങൾക്ക് ഷാങ്ക്സിനെ അറിയുമോ എന്നുള്ളൊരു സംഗതി അവിടെ വരാണ്. ഈ ഉസോപ്പ് ചോദിക്കും നിനക്കപ്പോൾ റെഡ് പൈറേറ്റ്സിനെ അറിയുമോ, ഷാങ്ക്സിൻ്റെ ക്രൂവിനെ അറിയുമോ? അപ്പോൾ ലൂഫി പറയുമോ എനിക്കറിയാം അവരെ അറിയാമെന്നൊക്കെ പറയും. എന്നിട്ട് അവിടെ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിൻ്റെ അച്ഛൻ യാസോപ്പ് അല്ലേ എന്ന്. അതിൽ നമ്മുടെ യൂസോപ്പ് ഒന്ന് ഞെട്ടി വിറച്ച് ആ കുന്നുമുകളിൽ നിന്നും താഴോട്ട് വീഴുകയാണ്.
അപ്പോൾ ലൂഫി പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. യാസോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസോപ്പിൻ്റെ അച്ഛനാണ്. കാരണം ആ മൂക്കുകൾ കണ്ടില്ലേ, യാസോപ്പിൻ്റെ മൂക്ക് യൂസോപ്പിൻ്റെ മൂക്ക് ഏകദേശം ഒരേപോലെ തന്നെയാണ്. ലൂഫിക്ക് മൂക്ക് കണ്ട് ഏകദേശം ആളെ കിട്ടിയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ മിറാക്കിളാണ്. ലൂഫി ഒരാളെ തിരിച്ചറിയുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു മൂക്കൊക്കെ വെച്ച് തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കുറേ കാലം കഴിഞ്ഞിട്ട് കുറേ എപ്പിസോഡുകൾക്കപ്പുറം ഒരു പൈനാപ്പിൾ തലേനെ തിരിച്ചറിയാൻ വേണ്ടി ലൂഫി പെട്ട പാട് നമുക്കറിയാം. അങ്ങനെയുള്ളൊരു ലൂഫി ഒരു മൂക്ക് വെച്ച് പെട്ടെന്ന് അവൻ്റെ മകനെയൊക്കെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾസ് യുനോ. പിന്നെ നടക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ യൂസോപ്പ് ഇവരെ കൊണ്ടുപോയി ഫുഡ് കൊടുക്കുന്നു. പിന്നെ ഇവർ ഷാങ്സിൻ്റെ ക്രൂവിനെ കുറിച്ചു, ഇവൻ്റെ അച്ഛൻ ഷാങ്സിൻ്റെ ക്രൂവിലാന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ട് യൂസോപ്പ് അഭിമാനം കൊള്ളാണ്. കാരണം തൻ്റെ ഫാദർ ഒരു മികച്ച ഒരു ലോകോത്തര പൈറേറ്റ്സിൻ്റെ ക്രൂ മെമ്പറാണെന്ന് പറയുമ്പോൾ നമ്മുടെ യൂസോപ്പ് അഭിമാനം കൊണ്ട് രോമാഞ്ചക്കുള്ളക്കി ഇതാകുന്നൊക്കെ ഒരു സീനാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയാണ്. അതായത് കുറേ കാലങ്ങൾക്ക് മുമ്പേ ഷാങ്സിൻ്റെ ക്രൂ അവിടെ വില്ലേജിലുണ്ടായിരിക്കുന്ന ടൈമിൽ നമ്മുടെ ഷാർപ്പ് ഷൂട്ടറായിട്ടുള്ള യാസോപ്പ് തൻ്റെ ഷൂട്ടിംഗ് സ്കിൽസ് പ്രദർശിപ്പിക്കുന്ന ഒരു സീനാണ്. അതായത് ഈ ലൂഫി ഓർത്തെടുക്കുന്ന ഒരു സീനാണ്. അതേപോലെ തന്നെ ഈ ലൂഫിയുടെ ചെറുപ്പകാലത്ത് ഈ യൂസോപ്പിനെ കുറിച്ച് യാസോപ്പ് ഒരുപാട് വട്ടം നമ്മുടെ ലൂഫിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൂഫി അവിടെ യൂസോപ്പിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നാമിക്ക് മനസ്സിലായി ഇതൊരു ഫ്രണ്ട്ലി ആണെന്ന്. അപ്പോൾ നാമി ചോദിക്കും, നിങ്ങളുടെ വില്ലേജിൽ ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾക്കൊരു വലിയൊരു ഷിപ്പ് തരാൻ പാകത്തിനെന്ന്. ഞങ്ങൾക്കൊരു ഷിപ്പില്ല, ഗ്രാൻഡ് ലൈൻ പോകണമെന്നെല്ലാം നാമി പറയുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ ഉസോപ്പ് പറയും, ഇതൊരു ചെറിയ വില്ലേജാണ്, ഇവിടെ അതിന് മാത്രം സാമ്പത്തിക ശേഷിയൊന്നുമില്ല നിങ്ങൾക്കൊരു ഷിപ്പ് തരാൻ മാത്രമായിട്ട്. അപ്പോൾ സോറ പറയും, അപ്പോൾ ഈ വില്ലേജിൻ്റെ കുന്നിൻ്റെ പുറത്തൊരു മാൻഷൻ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടല്ലോ, അവിടെ അത്യാവശ്യം പൈസ ഉണ്ടാവല്ലോ. അപ്പോൾ നാം ഇങ്ങനെ കുറച്ച് ക്യൂട്ടൊക്കെ വാരി വിതറിങ്ങാണ്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഉസോപ്പേ എന്നെല്ലാം ചോദിക്കും. അതും പറഞ്ഞ് യൂസോപ്പ് ഒരൊറ്റ ഓട്ടോ, ഇവിടെ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് വേറെ പണിയുണ്ട്, നിങ്ങൾ ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോക്ക്. പിന്നെ കാണുന്ന സീനെന്ന് പറഞ്ഞാൽ ആ ഒരു വില്ലേജിൽ ആ മാൻഷനെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒരു വിഷമിച്ചിരിക്കുന്ന പെൺകുട്ടിയെ നമ്മൾ സീനിൽ കാണും. അപ്പോൾ അവിടെ ആ പെൺകുട്ടിയും അവളുടെ ബട്ട്ലറും തമ്മിൽ നിനക്ക് യൂസോപ്പിനെ കാണണം, അതൊരു നല്ല കാര്യമല്ല, ഇത് കള്ള കഴിവറി ചെറുക്കനാന്നെല്ലാം പറയും. പക്ഷേ നമ്മുടെ പെൺകുട്ടി പറയും എനിക്ക് യൂസോപ്പിനെ കാണണമെന്ന്. അപ്പോൾ നമ്മുടെ ബട്ട്ലർ പറയും അത് നടക്കുന്ന പറ്റില്ല, നിൻ്റെ പാരൻസ് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെല്ലാം പറഞ്ഞ് ഡയലോഗ് അടിച്ച് പിന്നെ പോവാണ്. പക്ഷേ യൂസോപ്പ് എങ്ങനെയായാലും ഒരു തുരങ്കമൊക്കെ ഈ വീട്ടിൻ്റെ ഉള്ളിലോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൂപ്പര് അതിലൂടെ നുഴഞ്ഞ് കയറി ഇവളെ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. യൂസോപ്പിന് എന്തോ ക്രഷ് ഉണ്ട് ഗൈസ്. പിന്നെയുള്ള സീൻ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള വർത്തമാനമാണ്. ഇവിടെ പെൺകുട്ടി പറയും എനിക്ക് വീട്ടിൽ കയറ്റണുണ്ട്, പക്ഷേ ബട്ട്ലർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഉസോപ്പ് പറയും ഞാൻ ബ്രേവ് വാരിയർ ഓഫ് സീ ആണ്, എനിക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ കയറി അതൊരു തുറങ്കൽ പോലെയാണെന്നെല്ലാം ഉസോപ്പും ഇവിടെ തള്ളി മറിക്കും. സംഗതി വേറെ ഒന്നല്ല, ഇവൻ ഈ പെണ്ണിൻ്റെ അടുത്ത് ഭയങ്കര തള്ളി മറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ഇതാണെന്ന് തള്ളി മറിക്കാൻ, അതായത് ഇവൻ്റെ ഓരോ അഡ്വഞ്ചർ പറയാനാണ് ഈ പെൺകുട്ടീനെ പറ്റിച്ച് കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഗോൾഡ് ഫിഷിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ഇരുന്ന് ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കഥയും കേട്ട്. പിന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒനിയനും അതേപോലെ തന്നെ ഓറഞ്ചല്ലല്ലോ ക്യാരറ്റും പെപ്പറും, ഈ മൂന്നെണ്ണം കൂടി നമ്മുടെ സോറയും ലൂഫിയും അതേപോലെ നാമിക്കുള്ള ഇടത്തേക്ക് ഒളിഞ്ഞു വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ചെറുക്കന്മാർ വിചാരിച്ചിരിക്കുന്ന ഈ പൈറേറ്റ്സ് നമ്മുടെ ഉസോപ്പിനെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഗ്രില്ല് ചെയ്യാൻ പോകാമെന്നാണ് ചെക്കന്മാർ പറയണത്. അപ്പോൾ ഇവന്മാർക്കറിയില്ലല്ലോ ഇവർ ഫ്രണ്ട്ലി പൈറേറ്റ്സ് ആണെന്ന്. രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ 3 ചെറിയ പൈറേറ്റ്സ്. പിന്നെ ഉസോപ്പിനെ സേവ് ചെയ്യാൻ വേണ്ടി പിള്ളേർ അവിടെ എന്ത് തേങ്ങയാണെങ്കിലും അത് മോട്ടിവേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇതാ വാതിൽ തുറന്ന് കയറാൻ പോവാണ് ഗൈസ്. ഒന്നാളെ കൂടി വാതിലൊക്കെ തള്ളി തുറഞ്ഞൊരു കിടിലുണ്ട്, ഉസോപ്പ് പൈറേറ്റ്സ് വന്നിട്ടുണ്ട് നായ്ക്കളയെന്ന്. അപ്പോൾ അവിടെയുള്ള ഓൾഡ് ലേഡി ഏതാണ് ചെറുക്കന്മാർ മൈൻഡ് പോലും ചെയ്യണില്ല. അപ്പോൾ നാമി നോക്കും ഇത് ഏത് ഈ പയ്യന്മാർ വന്നിക്കണമെന്ന് മാമി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അതേപോലെ ലൂഫി ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറുക്കന്മാർ ചോദിക്കും പൈറേറ്റ്സേ നിങ്ങൾ ഞങ്ങളുടെ ക്യാപ്റ്റനെ എന്ത് ചെയ്തു, നിങ്ങൾ ചുട്ട് തിന്നോ എന്നെല്ലാം ചോദിക്കും നമ്മുടെ ചെറുക്കന്മാർ. ആ ഒരു മൊമെൻറ്റിൽ തന്നെ ലൂഫി പറയും ആ മീറ്റ് നല്ലതായിരുന്നു പറഞ്ഞാൽ ആൾ വയറ് തടവിക്കൊണ്ടിരിക്കുകയാണ്, അടിച്ച് കയറ്റി കുത്തിരിക്കുകയാണ് ലൂഫി. അപ്പോൾ ഇത് കണ്ട് ചെക്കന്മാർ ഞെട്ടും, മീറ്റോ. ചെക്കന്മാർ ഓൾറെഡി വിചാരിച്ചിരിക്കുന്ന പൈറേറ്റ്സ് ക്രൂരന്മാരാണ്, അവന്മാർ നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ വറുത്ത് തിന്നും എന്നുള്ള മൈൻഡാണ്. അവന്മാർ അത് അസ്യൂം ചെയ്ത് ഉസോപ്പിനെ വറുത്തടിച്ചു തിന്ന് ലൂഫി. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നാമിക്കും സോറയ്ക്കും മനസ്സിലായി ഇവന്മാർ ഇതാണ് ആലോചിക്കുന്നത്. അപ്പോൾ അവന്മാർ ഒന്നും കൂടെ പേടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സോറ പറയും നിങ്ങൾ നിങ്ങളുടെ ക്യാപ്റ്റനെയാണോ അന്വേഷിക്കുന്നത്, എങ്കിൽ ഞാൻ അതിനെ ചുട്ടു തന്നോ എന്ന്. ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ചെറുക്കന്മാർ പേടിച്ച് വരച്ച് കിളവി എന്നൊരു വിളി. ആരെ നോക്കി? നാമീനെ നോക്കി. ഇത് കണ്ട് നാമി കള്ളക്കളവന്മാരെ. നാമിക്ക് വേറെ ടെൻഷനാവും, ഇത്രയും യങ്ങായിട്ടുള്ള ലേഡീനെ കിളവിന്ന് വിളിച്ചാൽ പ്രശ്നമാണേ. നാമി ആകെ ടെൻഷനായി. നാമി ചെറുക്കന്മാരെ തലമണ്ട നോക്കി ഓരോരോ മാറ്റാണ്ട് കൊടുത്തുകൊണ്ട് അവിടെ കിടത്തി. പിന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ സോറയും ലൂഫിയും പൊട്ടിച്ചിരിക്കുകയാണ് ഈ സീനൊക്കെ കണ്ടിട്ട്.
പിന്നെ നമ്മുടെ ചെറുക്കന്മാരും നമ്മുടെ ലൂഫിയും സ്ക്വാഡൊക്കെ കൂടി ആ മാൻഷൻ്റെ മുന്നിലെ ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഒനിയൻ പറയും നമ്മുടെ ക്യാപ്റ്റൻ ഇപ്പോൾ ഒളിച്ചോടിയത് ഈ ഒരു നേരത്താണെങ്കിൽ ക്യാപ്റ്റൻ ഷുവറായിട്ടും ഇവിടെ തന്നെ കാണുന്നു ഒനിയൻ പറയുന്നുണ്ട്. അപ്പോൾ ലൂഫി ചോദിക്കും ഇവൻ എന്തിനാ അപ്പം ഇങ്ങോട്ട് വന്ന്? അപ്പോൾ ആ ചെറുക്കൻ പറയും കള്ളം പറയാൻ. അപ്പോൾ നാം ഇവർ കള്ളം പറയണത് തെറ്റാണ്, അത് ബാഡാണ്. അപ്പോൾ ചെറുക്കൻ പറയും കള്ളം പറയണത് തെറ്റൊന്നുമല്ല, നമ്മുടെ ഉസോപ്പ് അതിൽ ഗ്രേറ്റ് ആണെന്ന് ചെറുക്കനും പറയും. പിന്നെ പാവം ചെറുക്കന്മാർ ആ മാൻഷനിലൊരു കായ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇവിടെ ഉണ്ട്. അവളാണെങ്കിൽ കുറേ കൊല്ലമായിട്ട് ഈ അടച്ചിട്ട റൂമിൽ ഡിപ്രഷനൊക്കെ അടിച്ച് ആരോഗ്യക്കുറവൊക്കെ മൂലം അങ്ങനെ റൂമിൽ തന്നെയാണ്. അപ്പോൾ അവളെ ഒരു മെൻ്റലി ഹെൽപ്പ് ചെയ്യണത് യൂസോപ്പാണ് ഈ കള്ളം പറഞ്ഞതെന്ന് പറഞ്ഞ് ചെക്കന്മാർ നമ്മുടെ ലൂഫിയും സോറോയ്ക്കും അതേപോലെ തന്നെ നാമിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ആ സീൻ എന്തുകൊണ്ടാണ് ആ കള്ളം പറയണമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ചെക്കന്മാരൊക്കെ പറയണേ ഞങ്ങളുടെ ക്യാപ്റ്റനാണ് ഇവിടെ കള്ളം പറയണതിൽ ഏറ്റവും മികച്ചത്, അതുകൊണ്ട് തന്നെ ഈ കള്ളം പറഞ്ഞ ആ പെൺകുട്ടിയെ ഹാപ്പി ആക്കുന്നതിൽ ക്യാപ്റ്റൻ വളരെ മുന്നിലാണ്. ക്യാപ്റ്റൻ അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് സന്തോഷം കൊടുക്കുന്നതെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ലൂഫി ഇമ്പ്രഷൻ അവൻ അത്രയ്ക്ക് ഗ്രേറ്റ് ആണോ എന്നെല്ലാം ലൂഫി പറയാണ്. അപ്പോൾ ഈ ഒരു വില്ലേജിലെ ഏറ്റവും ധനികയായിട്ടുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഈ കായ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. അപ്പോൾ ലൂഫി എന്തായാലും തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ അവളോട് തന്നെ നമുക്കൊരു ഷിപ്പ് ചോദിച്ച് കളയാം. അപ്പോൾ ഓൾറെഡി ഈ മാൻഷൻ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ഒരു ധർമ്മസങ്കടം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഷിപ്പ് ചോദിക്കുന്നു പറഞ്ഞാൽ അപ്പോൾ ഇവരിത് ഡിസ്കസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ലൂഫിനെ കാണാൻ പറ്റില്ല. നോക്കുമ്പോൾ ആൾ മതിലിൻ്റെ മേത്തൽ വലിഞ്ഞ് കയറി ഗം ഒക്കെ ഇട്ടുകൊണ്ട് ഉള്ളിൽ കയറാൻ പോവാണ്. ഞാൻ പോയി ചോദിച്ച് വരാമെന്ന് പറഞ്ഞാണ്ട് കപ്പൽ ഞാൻ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ലൂഫി ഉള്ളിലോട്ട് ചാടാൻ പോവാണ്. അപ്പോൾ ഈ സ്ട്രെച്ച് കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ചെറുക്കന്മാർക്ക് പേടിച്ച് ഇവൻ മനുഷ്യനല്ല ഇവൻ ഒരു മോൺസ്റ്ററാണെന്നെല്ലാം പിള്ളേർ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നേരെ ലൂഫിയുടെ മേത്തോട്ട് നമ്മുടെ ചെറുക്കന്മാരും നാമിയും സോറയും കൂടി കയറി നിൽക്കുകയാണ്. കാരണം ലൂഫിയുടെ ആ ഒരു റബ്ബറിൻ്റെ പവർ ഉപയോഗിച്ച് അവർ വാള് ജമ്പ് ചെയ്ത് ഉള്ളിൽ കയറാൻ പോവാണ്. പക്ഷേ ലൂഫിയാണ് ലോഞ്ച് ചെയ്തത് കൊണ്ട് തന്നെ ലൂഫി കുത്തനെ ലോഞ്ച് ചെയ്ത് കൊടുത്ത്. അതായത് ഇവർ 5-6 പേരും കൂടെ നേരെ ആകാശത്ത് പോയാണ്ട് നേരെ കീഴ്പോട്ട് ആ മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് ഉസോപ്പ് വാചകം അടിക്കുന്നുണ്ടല്ലോ, നേരെ ഉസോപ്പിൻ്റെ തല ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാം കൂടെ മോറയും തലമണ്ടിയും അതേപോലെ ഊരൊക്കെ കുത്തി വീണ് അവിടെ നിലത്തെത്തി ഒരു വിധം. എത്രയോ ഹൈറ്റ് പോയിട്ടാണ് വീണ്, മിക്കവാറും എല്ലാം കൊടിഞ്ഞ് കാണും. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കും നിങ്ങൾ എല്ലാവരും ഓക്കെ അല്ലേ എന്ന് വല്ലതും പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഉസോപ്പ് പറഞ്ഞു അവരെല്ലാം ഓക്കെയാണ്, അവരെല്ലാം എൻ്റെ ഈ മികച്ച പൈററ്റ് സ്കില്ല് കണ്ടിട്ട് എൻ്റെ ക്രൂവിൽ ചേരാൻ വന്നതാണെന്ന് നമ്മുടെ ഉസോപ്പ് അവിടെ വീമ്പളക്കും. അപ്പോൾ നമ്മുടെ ലൂഫി എണീച്ച് ഞാൻ ഈ പണിക്ക് വന്നല്ല എന്ന് ലൂഫി ഓപ്പണായിട്ട് പറയും. ഞാൻ അവിടെ നിന്നോടൊരു ഹെൽപ്പ് ചോദിക്കാൻ വന്നതാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നമ്മളെ ലൂഫി ആ പെൺകുട്ടി കായനോട് പറയാണ് എനിക്കൊരു ഷിപ്പ് വേണം എന്ന് ഇപ്പോൾ ലൂഫി ചോദിക്കും. അപ്പോഴേക്കും ഇത് ചോദിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബട്ട്ലർ അങ്ങോട്ട് കയറി വരും. ബട്ട്ലർ കയറി വന്നങ്ങാണ്ട് നിങ്ങളെന്ത് തേങ്ങയാണ് ഇവിടെ കാണിക്കുന്നത്, ഇത് റെസ്ട്രിക്റ്റഡ് പ്ലേസാണ്, ഇവിടെ കയറി വരാൻ പറ്റില്ല എന്നെല്ലാം പറയും. ആരാണാവെന്ന് ലൂഫി ചോദിക്കും. പിന്നുള്ളൊരു സീൻ എന്ന് പറഞ്ഞാൽ ഒരു വിയേഡായിട്ടൊരു ചെങ്ങായി ആ ഗ്രാമത്തിലെ നടപ്പാതയിലൂടെ ഇങ്ങനെ നടന്നു വരുന്നൊരു സീനാണ്. ആ റോക്ക് സ്റ്റാർ പോലെയുള്ള ആ ചെങ്ങായിനെ കാണിച്ചു കണ്ട് അതോടുകൂടി അവിടെ ആ ഒരു എപ്പിസോഡ് എൻഡായി. See you in next episode.